5ലേക്ക് വരാനായിട്ട് അർഹതയുള്ള മത്സരാർത്ഥി ആരാണ്, അവരെന്തു മാറ്റങ്ങൾ വരുത്തിയാൽ അവർ ടോപ്പ് 5ലേക്ക് എത്തും എന്നൊരു ചോദ്യമാണ് ലാലേട്ടൻ അവിടെ ചോദിച്ചത്. അതിനായിട്ട് അവർക്കൊരു മാലകൾ നൽകി. ആ വ്യക്തിക്ക് ഒരു മാലയിട്ട് ആളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് കൂടി പറയണമെന്ന്. അവിടെ ജിൻഡപ്പന് മാലയിട്ട വ്യക്തി എന്ന് പറയുന്നത് അർജുനാണ്. അർജുൻ വന്ന് പറഞ്ഞ കാര്യം വളരെ പോസിറ്റീവായിട്ടാണ് അർജുൻ ജിൻഡോനെ കുറിച്ച് വന്ന് സംസാരിച്ചത്. അർജുൻ പറഞ്ഞത് ഇതാണ്: ഇവിടെ മോശം വേർഡുകൾ ഉപയോഗിച്ച് ലാലേട്ടൻ ഒരിക്കൽ ജിൻഡോനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇവിടേക്ക് തിരിച്ചു കയറിയതിനു ശേഷം വളരെ മാന്യമായിട്ടാണ് ജിൻഡോ ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് മോശം വേർഡ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, വീട്ടിലെ നിയമങ്ങൾ തെറ്റിച്ച് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോപ്പ് 5 എത്താനായിട്ട് എന്തുകൊണ്ട് യോഗ്യനാണ് ജിൻഡോ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഫിസിക്കൽ ടാസ്കുകളിൽ ഒന്ന് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതും കൂടി നന്നായി കളിച്ച് മുന്നോട്ട് വരട്ടെ ജിൻഡോ എന്നാണ് അവിടെ അർജുൻ പറഞ്ഞത്. അർജുനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായ ഒരു കാര്യം തന്നെയായിരിക്കണം അവിടെ എന്തായാലും ടോപ്പ് 5ലേക്ക് ജിൻഡോ വരുമെന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം. പിന്നെ ഋഷിയും മാലയിടുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്ക്. ഇത് തന്നെയാണ് കാരണം പറഞ്ഞത് ടോപ്പ് 5ലേക്ക് ജിൻഡോ എന്തായാലും വരും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ നിൽക്കാനായിട്ട്, അതുകൊണ്ട് ഇനിയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കട്ടെ എന്നാണ് അവിടെ ഋഷി പറഞ്ഞത്. ജിൻഡോ തിരിച്ച് മാലയിട്ടത് അവിടെ അർജുനായിരുന്നു. അവിടെ അർജുന്റെ കാര്യം പറഞ്ഞത് തുടക്കത്തിൽ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അർജുൻ. പക്ഷേ ഇപ്പോൾ അർജുനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അർജുൻ. പക്ഷേ കുറച്ചും കൂടി പ്രതികരണം കൂടി അർജുന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം, കുറച്ചും കൂടി ആക്റ്റീവ് ഉണ്ടാവണം. എന്തായാലും ടോപ്പ് 5ൽ അർജുൻ അങ്ങനെയാണെങ്കിൽ വരും എന്നുള്ളതാണ് അവിടെ ജിൻഡോ പറഞ്ഞത്.